തനിയാവർത്തനം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെയാണ് ലോഹിദാസ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ തനിയാവർത്തനത്തിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അന്ന് കമലിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തിലകനാണ് കമലിൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ലോഹിദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്, മിടുക്കനാണ്, ഇപ്പോൾ തനിയാവർത്തനം എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുന്നു, അദ്ദേഹം മലയാള സിനിമയിൽ ഒരു സ്ഥാനം നേടിയെടുക്കും. അതിനുശേഷം പിന്നീട് കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ലോഹിദാസ് അന്ന് ഇതിൻ്റെ സെറ്റിൽ, അന്ന് സുന്ദരദാസ് ലോഹിദാസിൻ്റെ സുഹൃത്ത്, പിന്നീട് സംവിധായകനൊക്കെ മാറിയ സുന്ദരദാസിനെ കൂടെ കൂട്ടി അവർ ശബരിമലയിൽ നിന്ന് അവർ മടങ്ങി വരുന്ന ഒരു യാത്രയിലാണ് കമലിൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ വരണം. അവിടെ വെച്ചിട്ടാണ് കമലും ലോഹിദാസും പരിചയപ്പെടുന്നത്. പിന്നീട് അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, എല്ലാ സംവിധായകരും എഴുത്തുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെയധികം സൗഹൃദമുള്ളതാണ്. കാരണം അവർ ഒരു സിനിമയുടെ ഡിസ്കഷന് എല്ലാ മറ്റ് സംവിധായകർ സുഹൃത്തുക്കളെല്ലാവരെയും വിളിച്ച് ഒരു കൂട്ടായ്മയെന്നാണ് അന്നൊക്കെ സിനിമകൾ സംഭവിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു തൃശ്ശൂർ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് കമൽ ലോഹിദാസിനായിട്ട് ഒരു ഡിസ്കഷനിലിരിക്കണം. അപ്പോൾ അന്ന് ലോഹിദാസ് ഒരു കഥ കമലോട് പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ ഒരു SI ടെസ്റ്റൊക്കെ പാസ്സായിട്ട് പിന്നീട് ഗുണ്ടയായി മാറി ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കഥ. അപ്പോൾ കമലിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കമലിൽ അത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് CB മലയിലാണ് ആ സിനിമ ചെയ്തത്, അതാണ് കിരീടം. അപ്പോൾ കമലിൻ്റെ മനസ്സിലന്ന് കിരീടത്തിൻ്റെ കഥ കേട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലോഹിദാസ് എന്നൊരു തിരക്കുള്ള ഒരു എഴുത്തുകാരനായതുകൊണ്ട് പലർക്കും വേണ്ടി എഴുതുന്നു. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ CB മലയിലായിട്ട് ആ ഒരു സിനിമ സംഭവിച്ചു. അപ്പോൾ കമൽ പിന്നീട് ഒരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കിരീടമാണ്, അതായത് അദ്ദേഹത്തിന് ഒരു നഷ്ടമായിട്ടുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്.